ഛായാഗ്രാഹകനും സംവിധായകനുമായ സംഗീത് ശിവൻ അന്തരിച്ചു. അണുബാധയെ തുടർന്ന് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. യോദ്ധ, നിർണയം, ഗാന്ധർവം തുടങ്ങി നിരവധി സിനിമകൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി കെ പി സുരേഷ് ചേരുന്നുണ്ട്. കെ പി സുരേഷ്, മലയാളത്തിൽ ഈ അടുത്തിടെ ഏറെ വിജയിച്ച സിനിമയാണ് രോമാഞ്ചം എന്ന് പറയുന്നത്. രോമാഞ്ചം ഹിന്ദിയിലേക്ക് പരിവർത്തനം ചെയ്യാനുള്ള അതിൻ്റെ നടപടികൾ ആരംഭിച്ചിരുന്നു. മോഷൻ പിക്ചേഴ്സ് ഉൾപ്പെടെയുള്ള പുറത്തിറങ്ങിയിരുന്നു. ഇതിൻ്റെ അണിയറ പ്രവർത്തനങ്ങൾക്ക് ഇടെയാണല്ലോ അദ്ദേഹത്തിൻ്റെ അന്ത്യം. വിവരങ്ങൾ. തീർച്ചയായും ദശ പറഞ്ഞതുപോലെ തന്നെ മലയാളത്തിൽ ഈ അടുത്ത കാലത്ത് ഒരു ഹിറ്റ് ചിത്രമായിരുന്നു രോമാഞ്ചം. ജിത്തു മാധവ് സംവിധാനം ചെയ്ത ആ ഒരു സിനിമ ഹിന്ദിയിലേക്ക് ഒരുക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം അതിന്റെ തിരക്കിലായിരുന്നു. കബ് കബി എന്ന പേരിലായിരുന്നു ആ ഒരു സിനിമ അദ്ദേഹം അനൗൺസ് ചെയ്തിരുന്നത്. അതിന്റെ മോഷൻ പോസ്റ്ററുകളൊക്കെയും വളരെ ശ്രദ്ധേയമായിരുന്നു. തുഷാർ കപൂറിനെ നായകനാക്കിയിട്ടാണ് അദ്ദേഹം ആ ഒരു സിനിമ അനൗൺസ് ചെയ്തിരുന്നത്. അതിന്റെ ഒരു ഒരുക്കം നടക്കുന്നതിനിടയിൽ തന്നെയാണ് അതിന്റെ കാസ്റ്റിംഗും അതിന്റെ മറ്റ് ജോലികളുമായി ബന്ധപ്പെട്ട ഒരു ഒരുക്കത്തിനിടയിലാണ് അദ്ദേഹം നമ്മോട് യാത്ര പറഞ്ഞിരിക്കുന്നത്. മലയാളത്തിൽ അർജുൻ അശോകൻ വളരെ ഭംഗിയായി കൈകാര്യം ചെയ്ത ആ ഒരു വേഷത്തിലാണ് തുഷാർ കപൂർ എത്തുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതായത് മലയാളത്തിൻ്റെതായ സിനിമകളെ അദ്ദേഹം ഹിന്ദി സിനിമയിലേക്ക് കൂടി അതിൻ്റെതായ എല്ലാ ഭാവുകങ്ങളും കൂടി അടയാളപ്പെടുത്തിയ ഒരു സംവിധായകൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം തയ്യാറാക്കിയിരുന്നത് അദ്ദേഹം ആ ഒരു രോമാഞ്ചത്തിന്റെ ഒരുക്കം തന്നെയായിരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സോർ എന്നുള്ള ആ ഒരു സിനിമ സണ്ണി ഡിയോളിനെ ഒരു സ്റ്റാർഡം നൽകാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരു സിനിമ കൂടിയാണ് ആ ഒരു സിനിമ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രമല്ല ചുരാലിയ ഹേ തുംകെ, ക്യാ കൂൾ ഹേ തും തുടങ്ങിയ നിരവധി സിനിമകളും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അദ്ദേഹം 1990 ഈ വ്യൂഹം എന്ന സിനിമയിലൂടെ സംവിധാന രംഗത്തേക്ക് വരുന്നത്. പിന്നീട് അദ്ദേഹം ഒരുക്കിയ യോദ്ധ എന്ന സിനിമ, അതും ഏറ്റവും വലിയ സവിശേഷത അദ്ദേഹത്തിന് 27-ാം വയസ്സിലാണ് യോദ്ധ എന്നുള്ള സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തത് എന്നതാണ്. നേരത്തെ ഐസൻ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളികൾക്ക് അത്ര പരിചിതമല്ലാത്ത നേപ്പാളിന്റെ ഒരു സാംസ്കാരിക ചിത്രം അത് മലയാളത്തിലേക്ക് അത്രത്തോളം ഭംഗിയായി അവതരിപ്പിച്ചു എന്നതാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ജഗദീഷ് ശ്രീകുമാറിന്റെയും മോഹൻലാലിന്റെയും ആ ഒരു തകർപ്പൻ അഭിനയവും അവരുടേതായ ഒരു കോമ്പിനേഷനും മലയാളികൾ എന്നും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന മുഹൂർത്തങ്ങളാണ്. അത്രത്തോളം മലയാള സിനിമയിൽ ഒരു ഹിറ്റ് സിനിമ എന്ന് നമുക്ക് യോദ്ധയെ വിശേഷിപ്പിക്കാൻ. അതേപോലെ തന്നെയാണ് ഗാന്ധർവം എന്ന സിനിമയും, മോഹൻലാലിന്റെ മികച്ച സിനിമകളിൽ ഒന്നായ ഗാന്ധർവം. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാഡി എന്നുള്ള സിനിമ, ജോണി എന്നുള്ള സിനിമയും അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ജോണി എന്നുള്ള സിനിമയ്ക്ക് മലയാളത്തിലെ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം അദ്ദേഹം ഇഡിയറ്റ്സ് തുടങ്ങിയ സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മളോടൊപ്പം നടനും സംവിധായകനുമായ രാജസേനനുണ്ട്. ശ്രീ രാജസേനൻ, ഇപ്പോൾ ഛായാഗ്രാഹകനും സംവിധായകനുമായ സംഗീത് ശിവൻ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു? സിനിമയിലെ ഒരു കുടുംബം മുഴുവൻ പ്രശസ്തരും പ്രഗത്ഭരുമായവരാണ്. സംഗീത് ശിവന്റെ ചേട്ടനായാലും അച്ഛനായാലും ഒക്കെ ഒരുപാട് സംഭാവനകൾ സിനിമക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് സംഗീത് ശിവന്റെ. അതുകൊണ്ട് തന്നെ ഈ ഒരു വേർപാട് മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടമാണ്. വളരെ വ്യത്യാസമായിട്ട് സിനിമ ചിന്തിച്ചിരുന്ന ഒരു ചലച്ചിത്രകാരൻ കൂടിയാണ് അദ്ദേഹം. നല്ലൊരു സുഹൃത്തും ഒക്കെയാണ്. മലയാള സിനിമയിൽ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ. ചില വേർപാടുകൾ നമ്മളെ വളരെയധികം സങ്കടത്തിലാഴ്ത്തും. അതുപോലെ സംഗീത് ശിവൻ എന്ന ചലച്ചിത്രകാരന്റെ വേർപാടും മലയാള സിനിമയ്ക്ക് തീരാ നഷ്ടം തന്നെയാണ്. സംവിധായകനുമായ ശ്രീ രാജസേനാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. മലയാള സിനിമയ്ക്ക് ഏറെ നഷ്ടം സംഭവിച്ചിരിക്കുകയെന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത്. വിവരങ്ങളുമായി ഐസൻ ജോസ് വീണ്ടും ചേരുന്നുണ്ട്. ഐസൻ, തുടരാം.
ചിന്താധാര അദ്ദേഹത്തിൻ്റെ സിനിമകളിലും അതുപോലെ തന്നെ ആ സിനിമകളുടെ ആ രീതിയിലും, അതായത് അതിൻ്റെ ഒരു നിർമ്മാണ രീതിയിലും അദ്ദേഹം വളരെ കൃത്യമായി പുലർത്തിയിരുന്നു എന്നതാണ് നമുക്കിപ്പോൾ തന്നെ സുരേഷും എല്ലാം വ്യക്തമാക്കിയതുപോലെ തന്നെ. അതായത് യോദ്ധയാകട്ടെ, അത്തരത്തിലുള്ള അദ്ദേഹം എടുത്ത ചിത്രങ്ങളിലെല്ലാം തന്നെ ഒരു പുതുമയുടെ അംശമുണ്ടായിരുന്നു എന്നതൊരു പ്രത്യേകത തന്നെയായിരുന്നു. അത് ജനങ്ങളോട് സംവദിക്കാനുള്ള ഒരു വഴി കണ്ടെത്തുക, അല്ലെങ്കിൽ ഇത്രയും പുതുമയാർന്നൊരു വിഷയം, അതീവ ഗൗരവമായൊരു വിഷയം, അതുപോലെ തന്നെ അവിടെയുള്ള വിവിധ ഗോത്ര വിഭാഗങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ കണ്ടെത്തുന്ന ആ ഒരു റിസർച്ച്, അതല്ലെങ്കിൽ ആ ഒരു സാമൂഹ്യ സാംസ്കാരിക ചരിത്ര പശ്ചാത്തലത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്ന വലിയൊരു ആശയധാരയെ കണ്ടെത്താൻ ശ്രമിക്കുന്ന ഒരു ജീനിയസ്, അല്ലെങ്കിൽ ആ പ്രതിഭാവിലാസം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ, അല്ലെങ്കിൽ ആ സിനിമ എന്ന ആശയം, ഏത് ആശയമാണോ പറയാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏത് സന്ദേശമാണോ നൽകാൻ ഉദ്ദേശിക്കുന്നത്, അതിനെ കണ്ടെത്തുന്നതിനുള്ള ഒരു അസാമാന്യമായ പാഠവുമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. മറ്റൊരു പ്രധാന വിഷയം നമ്മൾ പറയേണ്ടത് ഈ യോദ്ധ എന്ന സിനിമയാകട്ടെ, നിർണയം എന്ന സിനിമയാകട്ടെ, അതുപോലെ തന്നെ അദ്ദേഹം സംവിധാനം ചെയ്ത ഹിന്ദിയിലും മലയാളത്തിലുമുള്ള നിരവധി സിനിമകളാവട്ടെ, ഈ സിനിമകളിലൊന്നും തന്നെ ഇല്ലാത്ത, അല്ലെങ്കിൽ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ച സിനിമകളിലൊന്നും തന്നെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ചലച്ചിത്രം കൂടി അദ്ദേഹം നിർമ്മിച്ചിരുന്നു, അദ്ദേഹം സംവിധാനം ചെയ്തിരുന്നു. ആ സിനിമയാണ് ജോണി. അത് ജോണി എന്ന സിനിമയ്ക്ക് കേരള സംസ്ഥാന അവാർഡ്, അതായത് കുട്ടികൾക്ക് വേണ്ടിയുള്ള ചലച്ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ആ പ്രതിഭാവിലാസത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം കുട്ടികളോട് സംവദിക്കുമ്പോൾ ഉണ്ടാകേണ്ട ആ ഒരു സമഗ്രതയും വ്യക്തതയും ഒരു സത്യസന്ധതയുമുണ്ട്. ആ ബാലസാഹിത്യത്തിലും അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടി എന്താണോ സൃഷ്ടിക്കുന്നത് അത് ആ കുട്ടികളുടെ സമൂഹം ഏറ്റെടുക്കും. സംവിധായകൻ മധുപാൽ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സംവിധായകൻ സംഗീത് ശിവൻ അന്തരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ എങ്ങനെ അനുസ്മരിക്കുന്നു? സംഗീതേട്ടൻ എൻ്റെ ഫിലിംസ് തന്നെയാണ് ആ മനുഷ്യൻ ചെയ്തു വെച്ചിട്ടുള്ള പുള്ളിയുടെ മോണുമെന്റ് എന്ന് തന്നെയാണ് പറയാനാണ് എനിക്കിഷ്ടം. കാരണം വെച്ചാൽ യോദ്ധ പോലൊരു സിനിമ, നിർണയം പോലെ, വ്യൂഹം പോലെ മലയാളത്തിൽ ചെയ്തിട്ടുള്ള സിനിമകൾ, സോർ പോലെ ഹിന്ദിയിൽ കന്നഡകളിൽ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സിനിമകൾ, ഇതൊക്കെ ഒരു ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെയധികം വേറിട്ട ഒരു ഫിലിം സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുള്ള, ഒരു കാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള ഫിലിം മേക്കറുടെ വിയോഗമാണ് ഇപ്പോൾ അനുഭവിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ കാരണം ഒരു കഥ പറയുമ്പോൾ ഒരിക്കലും പിന്നെ ഒരു പ്രാവശ്യമല്ല, പല രീതികളിലേക്ക് വീണ്ടും വീണ്ടും അവനവനെ ആവർത്തിക്കാതെ വേറെ രീതിയിൽ വേറിട്ട കാഴ്ചകളുമായിട്ട് നിൽക്കുന്ന ഒരു ഫിലിം. കഥ കണ്ടെത്തിയതിൽ എല്ലാത്തിനും ആകുന്നത്. കാരണം യോദ്ധ പോലെയല്ല നിർണയം പോലെയല്ല വ്യൂഹം, ഡാഡി, പിന്നെ സ്നേഹപൂർവ്വം തുടങ്ങി ഒരുപാട് മാറ്റി ചെയ്തിട്ടുള്ള സിനിമകളുടെ ഒരു രീതി സംഗീതത്തിന്റെ സിനിമകൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അത് ഹിന്ദിയിൽ ചെയ്തപ്പോഴും അത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഒരു സംഗീതത്തിന്റെ സിനിമകൾ ലോകത്തിന്റെ ഏത് മൂലയിലേക്കും എവിടെ വേണമെങ്കിലും കാണിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ച ഉണ്ടാക്കിയിട്ടുള്ള ഫിലിം മേക്കറാണ്. അത് കാരണം ആ ഒരു കുടുംബം തന്നെയാണ്. ശിവൻ സാറും സന്തോഷ് ശിവനും സഞ്ജീവും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു കുടുംബമുണ്ട്. അതിനകത്തുണ്ടാകുന്ന ഒരു മേക്കോറാണ് സംഗീതത്തിന്റെ സിനിമകളുടെ കഥ. സംവിധായകൻ മധുപാലാണ് ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. ഐസൻ ജോസ് തുടരാം. തീർച്ചയായും നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹം സംവിധാനം ചെയ്ത ജോണി എന്ന ചലച്ചിത്രമാണ്. അതായത് കുട്ടികളുടെ സാഹിത്യത്വം, കുട്ടികളുടെ സിനിമ സംബന്ധിച്ച ആ ഒരു അവതരണം, കുട്ടികളോട് എങ്ങനെ സംവദിക്കണം എന്ന് പറയുന്ന, അല്ലെങ്കിൽ മികച്ച ചലച്ചിത്രം കുട്ടികൾക്ക് വേണ്ടി നിർമ്മിച്ച അതേ സംവിധായകൻ തന്നെയാണ് യോദ്ധയും സംവിധാനം ചെയ്തതെന്ന് പറയുമ്പോഴാണ് ആ ഒരു ബൃഹത്തായ, അല്ലെങ്കിൽ വലിയൊരു ക്യാൻവാസ്, അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഈ ആശയങ്ങളുടെ, അല്ലെങ്കിൽ ഈ പ്രതിഭയുടെ വലിയൊരു ക്യാൻവാസ് നമുക്ക് മനസ്സിലാവുക. നമുക്കറിയാവുന്നതാണ് യോദ്ധ എന്ന വിഷയം കൈകാര്യം ചെയ്യുന്നത് വലിയൊരു സബ്ജക്റ്റ്. അതായത് നമുക്കറിയാവുന്ന ഒരു നമ്മുടെ അയൽരാജ്യമായ, അല്ലെങ്കിൽ ആ അയൽരാജ്യത്തുണ്ടാകുന്ന ഒരു പ്രത്യേക സാംസ്കാരിക പശ്ചാത്തലത്തിൻ്റെ, അതുപോലെ ബുദ്ധമതത്തിൻ്റെ പശ്ചാത്തലം, അത്തരത്തിലുള്ള വലിയൊരു പശ്ചാത്തലത്തെ കൃത്യമായി അവതരിപ്പിക്കുകയും അത് ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നതിനെ അത് ആബാലവൃദ്ധം ജനങ്ങൾ, അത് കൊച്ചുകുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ, അല്ലെങ്കിൽ വയോവൃദ്ധർക്ക് വരെ ആസ്വദിക്കാവുന്ന രീതിയിലൊരു ചലച്ചിത്രം നിർമ്മിക്കാൻ സാധിക്കുന്നു. അതേ മനുഷ്യൻ തന്നെ ആ ചലച്ചിത്രം നിർമ്മിച്ചതിന് ശേഷം ഒരു വർഷത്തിനോ അല്ലെങ്കിൽ 1-2 വർഷങ്ങൾക്കിടയിൽ തന്നെ മറ്റൊരു ചലച്ചിത്രം നിർമ്മിക്കുന്നു. അത് കുട്ടികളുടെ ചലച്ചിത്രത്തിനുള്ള മികച്ച അവാർഡ് നേടുന്നു. നമ്മളോടൊപ്പം തിരക്കഥാകൃത്തായ ബിനു കിരിയത്ത് ചേരുന്നുണ്ട്. ശ്രീ ബിനു, എങ്ങനെ അനുസ്മരിക്കാം സംഗീത് ശിവനെ? ായിട്ട് 3 മരണം സിനിമാ മേഖലയിൽ നിന്ന്. 3 എനിക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. സംഗീത് ഞാനുമായിട്ട് വളരെ സൗഹൃദം പുലർത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. സംഗീതിന്റെ വൈഫ് ജയശ്രീ എന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ സിസ്റ്ററാണ്, മോഹനകൃഷ്ണൻ ഹരിപ്പാട്. ഞാൻ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഹരിപ്പാട് പോയി മോഹനകൃഷ്ണന്റെ അടുത്ത് സംഗീതിന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്തു. പക്ഷെ ഇത്ര പെട്ടെന്ന്
നമ്മളെ വിട്ടു പോകുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അദ്ദേഹത്തിന്റെ സിനിമകൾക്കൊരിക്കലും മരണം ഉണ്ടാവില്ലല്ലോ. യോദ്ധ എന്നൊരൊറ്റ സിനിമ മതി. എപ്പോഴും പറയും, വിനു, ഞങ്ങളുടെ വീട്ടിൽ 3 പേരുണ്ട് സിനിമയിൽ. ഞാൻ, സന്തോഷ്, സഞ്ജീവ്, അതുപോലെ തന്നെ ബാലു കിരിയത്ത്, രാജൻ കിരിയത്ത്, വിനു കിരിയത്ത്. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഉർവശി, കലാരഞ്ജിനി, കൽപ്പന, അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് 3 പേര് തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ഉള്ളത് നമ്മുടെ 3 ഫാമിലി ഉണ്ട് എന്നൊക്കെ പറയും. വളരെ സൗമ്യനായ, ഫ്രണ്ട്ഷിപ്പിന് നല്ല വാല്യൂ കൽപ്പിക്കുന്ന എനിക്ക് ബ്രദറിനെ പോലെ എന്ന് തന്നെ പറയാം കേട്ടോ. അത്ര അടുപ്പമായിരുന്നു സംഗീതമായിട്ട്. വളരെ ചെറുപ്രായത്തിൽ, ഇതൊരു വലിയ പ്രായമല്ലല്ലോ ഇന്നത്തെ കാലത്ത്, പോയി എന്നല്ല, ഇനിയും ഒരുപാട് നല്ല സിനിമകൾ കിട്ടേണ്ടായിരുന്നു. ആ രോമാഞ്ചത്തിന്റെ റീമേക്കിന്റെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം. പക്ഷെ കുറച്ച് നാളായിട്ട് വയ്യായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാത്തൊരു കാര്യം, തിരുവനന്തപുരത്ത് ഒരു വലിയ ഷോ ഞാൻ ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്കൊരു ഹിന്ദി ആക്ടറെ വേണമെന്ന് പറഞ്ഞപ്പോൾ സുനിൽ ഷെട്ടിയെ അടുത്ത ആഴ്ച അദ്ദേഹം ബോംബെയിൽ നിന്ന് ഇവിടം വരെ എനിക്ക് വേണ്ടി കൊണ്ടുവന്നു. അത്രയും നല്ല സൗഹൃദമുള്ള ഒരാള് പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പിന്നെ ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിൽ പങ്കുചേരുന്നു. ബിനു, തിരക്കഥാകൃത്തായ ബിനു കിരിയത്താണ് നമ്മളോട് പ്രതികരിച്ചത്. സംവിധായകനും ഛായാഗ്രാഹകനുമായ സംഗീത് ശിവനാണ് അന്തരിച്ചത്. അല്പം മുമ്പ് മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. അണുബാധയെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചികിത്സയിലായിരുന്നു. മലയാള സിനിമയിൽ ഏറെ ശ്രദ്ധ നേടിയ ഒരു സംവിധായകൻ കൂടിയാണ് സംഗീത് ശിവൻ.